ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൺമണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൃഷ്ണനെ ഒന്ന് കാണുകയും വേണം അവൾക്ക്. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ പറഞ്ഞതനുസരിച്ച് തന്നെ കൃഷ്ണനെ പുറത്തിറക്കാനുള്ള നിയമങ്ങളൊക്കെ കൺമണിയും സ്വീകരിച്ച് കഴിയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് കൺമണി അങ്ങോട്ട് പോകുന്നു കേട്ടോ സെല്ലിനകത്തേക്ക്. അപ്പോഴത്തേനും കൃഷ്ണനെ കാത്തു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെല്ല് തുറക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണ അങ്ങോട്ടേക്ക് ഓടി വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി രണ്ടുപേരും തന്നെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹം ഒരിക്കലും തന്നെ ഒരാൾ വിചാരിച്ചാലും തകർക്കാൻ സാധിക്കില്ല. അത്രമേൽ ആത്മബന്ധത്തോടു കൂടി തന്നെയാണ് അവർ ജീവിക്കുന്നത്. അതിനുശേഷം തന്നെ കൺമണി പൊട്ടി കരയുന്നുണ്ട്. കൃഷ്ണാണെങ്കിലോ എന്തിനാ കൺമണി ഇങ്ങനെ കരയുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവില്ലേ, ഞാൻ നിൻ്റെ അല്ലേ എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇനി ഒരാൾക്കും നമ്മുടെ ഈ ബന്ധം തകർക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യം, ഏതൊക്കെ സംഭവിച്ചത് വെറും യാദൃശികം മാത്രമാണ് പൊന്മണി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ പിള്ളേർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു കഥയാണ്. നിങ്ങളുടെ അമ്മയെ സ്വന്തമാകാൻ വേണ്ടിയിട്ട് എനിക്ക് ജയിലിൽ പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അതിനുള്ളൊരു അവസരമല്ലേ കൺമണി, ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി. എൻ്റെ കൺമണി ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ആര് വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. ഇനി ഒരിക്കലും ഉണ്ടാവില്ല. കൃഷി ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്ന രീതിയിലൊക്കെ കൺമണിക്ക് വാക്ക് കൊടുക്കുന്നു കേട്ടോ. എന്തായാലും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കല്യാണം തന്നെ ഉണ്ടാവും. ഇനി ആ വരുണിൻ്റെ കാര്യം ഓർത്തിട്ട് എൻ്റെ കൺമണി ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൺമണിയും കൃഷിയും കൂടി ഒന്നാവുകയായിട്ട് ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടു കൂടി ഇവരുടെ സ്നേഹം ആർക്കും തന്നെ മുറിച്ച് മാറ്റാൻ സാധിക്കാത്ത വിധം തന്നെ അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.